അവൻ പൊന്നു തരാമോ. ഇന്നത്തെ ടോപ്പിക് ഇയർ പിയേഴ്സിങ്ങിനെ കുറിച്ചാണ്. കുറെ അമ്മമാര് ചോദിക്കാറുണ്ട് ഇയർ പിയേഴ്സിങ് എപ്പോ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടുന്ന് ചെയ്യണം എന്നുള്ളത്. അപ്പൊ എപ്പോൾ ചെയ്യണം എന്നുള്ളതിന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, കുഞ്ഞു വലുതായിട്ട് എപ്പോഴാണോ ആവശ്യപ്പെടുന്നത് അപ്പൊ ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ഇത് എല്ലാവർക്കും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില പേരൻസ് പറയാറുണ്ട് കുഞ്ഞു കുട്ടിയാവുമ്പോൾ ഇയർ പിയേഴ്സിങ് ചെയ്താല് വേദന അറിയില്ലല്ലോ ഡോക്ടറെ, അപ്പൊ അതല്ലേ നല്ലത്. പക്ഷെ ഇത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ്. കാരണം പെയിൻ പെർസെപ്ഷൻ ചെറുതിലെ, അതായത് ഡേ 1 മുതൽക്ക് പിന്നീട് അങ്ങോട്ടെല്ലാം സെയിം ആയിരിക്കും. അപ്പൊ എപ്പോ ചെയ്താലും ഒരേപോലെ തന്നെ ആയിരിക്കും. കുഞ്ഞു കുട്ടികളാണെങ്കിൽ ഈ വേദന കുത്തി കഴിഞ്ഞിട്ടുള്ള വേദന കൊണ്ട് അത് ഇതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് കരയില്ല എന്നേ ഉള്ളൂ. വലിയ കുട്ടികളാവുമ്പം അവർക്കത് ഇതുകൊണ്ടാണ് വേദന എന്ന് മനസ്സിലാവും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് റെക്കമെൻഡ് ചെയ്യുന്നത് കുഞ്ഞു വലുതായിട്ട് ഈ ഇയർ പിയേഴ്സിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വന്തമായിട്ട് എപ്പോഴാണോ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഒരു കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് അനുസരിച്ച് നമ്മൾ കുറച്ച് നേരത്തെ കാതുകുത്തുന്ന ആൾക്കാരാണ്. പക്ഷെ 28-നൊക്കെ നമ്മൾ കാതുകുത്തുന്നൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് ടു ഏർലി ആണ്. അപ്പൊ ഏറ്റവും നല്ല ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 6, 10, 14 വീക്സിൽ നമ്മളൊരു വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡിന്റെ ഉള്ളിൽ ചെയ്യുക എന്നുള്ളതാണ്. 2 ബെനിഫിറ്റ് ആണ്. ഒന്ന്, ഒരു ദിവസം തന്നെ എല്ലാ പ്രിക്കിങ്ങും എല്ലാ വേദനയും തീരും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഓൾറെഡി ടെറ്റനസ് വാക്സിൻസ് ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ എവിടുന്ന് ചെയ്യണം എന്ന് കുറെ അമ്മമാർ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. വേറെ ഒന്നല്ല, വളരെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് നല്ല ഒരു സെപ്റ്റിക് അന്തരീക്ഷത്തിൽ നിന്നായിരിക്കും നമ്മൾ പിയേഴ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഇനി എല്ലാവർക്കും ഹോസ്പിറ്റലിൽ പോയിട്ട് ഇയർ പിയേഴ്സിങ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തൊട്ടടുത്തുള്ള ജ്വല്ലറിയിൽ പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ നല്ല സ്റ്റെറൈൽ പ്രിക്കോഷൻസ് എല്ലാം എടുത്തിരിക്കണം. ഹാൻഡ് വാഷ് ചെയ്തിരിക്കണം. ഇയർ ലോബ്യൂൾസ് എല്ലാം സ്പിരിറ്റ് ഒക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിരിക്കണം. നമ്മൾ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്, ഗണ്ണ് സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം. നീഡിൽസ് എല്ലാം സ്റ്റെറിലൈസ് ചെയ്യണം. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇയർ പിയേഴ്സിങ്ങിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇയർ പിയേഴ്സ് ചെയ്തിട്ടുള്ള ഇയർ ലോബ്യൂള് എന്ത് തന്നെയായാലും അവിടെ ഒരു ചെറിയൊരു സ്വെല്ലിങ്ങും ഒരു റെഡ്നെസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഒരു തുണി എടുത്തിട്ട് ഈ നമ്മുടെ ഇയർ ലോബ്യൂളിൽ ഒന്ന് പിടിച്ചു കൊടുക്കുക. ഒരു 3-4 പ്രാവശ്യം പിടിച്ചു കൊടുത്താൽ ഈ സ്വെല്ലിങ്ങും എറിത്തിമയും കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ കുറച്ച് പെട്ടെന്ന് തന്നെ ഹീലിംഗ് പ്രോസസ്സിനെ ഫാസ്റ്റ് ചെയ്യിപ്പിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ.